അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൻ്റെ അമലുകൾ മഹ്ശറിലുള്ള ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതാണ്. കാരണം അവർക്ക് മുമ്പുള്ള ഉമ്മത്തികൾക്ക് ഭാരമായിരുന്ന ഒരു വചനവുമായി അവരുടെ നാവുകൾ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് ഈ പരിശുദ്ധ കലിമ എത്രമാത്രം ഊർജിതമായും അധികമായും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവോ അത്രമാത്രം അധികമായി ഒരു ഉമ്മത്തികൾക്കിടയിലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മശായിഖുകളുണ്ട്. ഓരോ ഷെയ്ഖിനും അനേകം മുരീദന്മാരും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോരുത്തരും കുറഞ്ഞപക്ഷം ദിനവും 1000 പ്രാവശ്യം വീതം പരിശുദ്ധ കലിമ ചൊല്ലുന്നത് പതിവാക്കിയവരുമാണ്. ജാമിഉൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അല്ലാഹു എന്ന ദിക്ർ പതിവായി ദിനവും കുറഞ്ഞപക്ഷം 5000 പ്രാവശ്യം ചൊല്ലണം. കൂടുതൽ എത്രയെന്ന് കണക്കില്ല. സൂഫിയാക്കൾ ദിവസവും 25,000 പ്രാവശ്യം കുറഞ്ഞത് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറഞ്ഞപക്ഷം ദിവസവും 5000 പ്രാവശ്യം ചൊല്ലണമെന്ന് എഴുതിയിരിക്കുന്നു. മശായിഖുകളുടെ നടപടി അനുസരിച്ച് ഇതിൽ കൂടുതലും കുറവും വരാം. ഇങ്ങനെ ഇവിടെ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം അരുളിയ വചനത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് മശായിഖുകൾ ഓരോരുത്തരും തങ്ങളുടെ ശിഷ്യന്മാരോട് ദിനവും ഓതുന്നതിന് നിർദ്ദേശിച്ചിട്ടുള്ളതിൻ്റെ കുറഞ്ഞ അളവിൽ നിന്നും ഈ കലിമ എത്രത്തോളം ചൊല്ലപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു അൽ ഖൗലുൽ ജമീൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ സുലൂക്കിൻ്റെ, അതായത് ആത്മീയ സംസ്കരണത്തിനുള്ള പ്രയത്നമാർഗത്തിൻ്റെ പ്രാരംഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ശ്വാസത്തിൽ 200 പ്രാവശ്യം ചൊല്ലിയിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഷെയ്ഖ് അബൂ യസീദുൽ ഖുർത്തുബി അവർകൾ പറയുന്നു, ഒരാൾ 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണെങ്കിൽ അവന് നരകാഗ്നിയിൽ നിന്നും രക്ഷ കിട്ടുന്നതാണെന്ന് ഞാൻ കേട്ടിരുന്നു. ഈ വചനം കേട്ടതനുസരിച്ച് ഒരു നിശ്ചിത അളവ്, അതായത് 70,000 പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചൊല്ലുകയും അനേകം നിശ്ചിത അളവ് സ്വന്തമായും ചൊല്ലിയിട്ട് ആഖിറത്തിലേക്കുള്ള സൂക്ഷിപ്പ് മുതലാക്കി വെച്ചിരുന്നു. ഞങ്ങളുടെ അയൽപക്കത്തൊരു യുവാവ് താമസിച്ചിരുന്നു. അദ്ദേഹം സാഹിബുൽ കശ്വാൻ എന്ന് പ്രസിദ്ധമായിരുന്നു. സ്വർഗനരകങ്ങളുടെ അവസ്ഥകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് വെളിവാക്കപ്പെടാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് ശരിയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ആ യുവാവ് ഞങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്.
പെട്ടെന്ന് അലറിക്കൊണ്ട് ദീർഘനിശ്വാസത്തോടെ എൻ്റെ മാതാവ് നരകത്തിൽ കിടന്ന് കത്തിയെരിഞ്ഞ് കൊണ്ടിരിക്കുന്നതായി അവരുടെ സ്ഥിതി എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, അയാളുടെ പരിഭ്രാമാവസ്ഥ കണ്ടിട്ട് ഒരു നിശ്ചിത അളവ് അയാളുടെ മാതാവിന് വേണ്ടി നൽകാം, അത് മുഖേന അയാളുടെ സത്യാവസ്ഥയും പരിശോധിച്ചറിയാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ കരുതി. അപ്രകാരം ഞാൻ എനിക്ക് വേണ്ടി ചൊല്ലിവെച്ചിരുന്ന 70,000 അനേകം എണ്ണങ്ങളിൽ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ മാതാവിന് വേണ്ടി ധർമ്മം കൊടുത്തു. ഞാൻ മറ്റാരെയും അറിയിക്കാതെ എൻ്റെ ഹൃദയത്തിൽ മാത്രം മറച്ചു വെച്ചുകൊണ്ടാണ് അവർക്ക് ധർമ്മം കൊടുത്തത്. ഞാൻ ഇപ്രകാരം ചൊല്ലിവെച്ചിരുന്ന വിവരവും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ യുവാവ്, ചച്ചാ, എൻ്റെ മാതാവ് നരകശിക്ഷയിൽ നിന്നും നീക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സംഭവം മുഖേന എനിക്ക് 2 നിലയിലുള്ള പ്രയോജനമുണ്ടായി. ഒന്നാമത്തേത് 70,000 ദിക്റിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്ന ബർക്കത്തിനെ പരിശോധിച്ചറിയലും, രണ്ടാമത്തേത് ആ യുവാവ് സത്യസന്ധനാണെന്ന ഉറപ്പും കിട്ടി. ഇത് ഒരു സംഭവമാണ്. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഉമ്മത്തിലുള്ള അനേകം വ്യക്തികളിൽ അനുഭവപ്പെട്ടിരിക്കും. സൂഫിയാക്കളുടെ സാങ്കേതിക പ്രയോഗത്തിൽ ഫാസ് അൻഫാസ് എന്ന് പറയപ്പെടുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പേരോട് കൂടിയല്ലാതെ ഒരു ശ്വാസവും ഉള്ളിലേക്ക് കടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു സാധാരണ പരിശീലനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ കോടിക്കണക്കായ വ്യക്തികൾ ഇപ്രകാരം പരിശീലനം സിദ്ധിച്ചവരായുണ്ടെന്നിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുമായി അവരുടെ നാവുകൾ ഇണങ്ങിച്ചേരുകയും അതിന് വഴങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വചനത്തിൽ എന്ത് സംശയമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നു, സ്വർഗത്തിൻ്റെ വാതിലിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ലാ ഉഅദ്ദിബു മൻ ഖാലഹാ. നിശ്ചയമായും ഞാൻ തന്നെയാണ് അല്ലാഹു, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല. ഈ വചനത്തെ പറയുന്നവനെ ഞാൻ ശിക്ഷിക്കുന്നതല്ല. ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവകളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പാപങ്ങളുടെ പേരിൽ ശിക്ഷയുണ്ടാകുമെന്നുള്ളത് മറ്റു പല ഹദീസുകളിലും ധാരാളമായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നേക്കുമായി ശിക്ഷയാണ് ഈ ഹദീസിലുള്ള ഉദ്ദേശമെങ്കിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. എങ്കിലും ശരിയായ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വചനത്തെ സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗ്യവാനായ മനുഷ്യനെ പാപങ്ങൾ ഉള്ളതിനോട് കൂടി തന്നെ തീരെ ശിക്ഷിക്കപ്പെടാതിരിക്കാം. അതും കരുണാനിധിയായ രക്ഷിതാവിൻ്റെ അനുഗ്രഹത്തിന് വിദൂരമായതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു, അല്ലാഹു തആല പറയുന്നു, ഞാൻ തന്നെയാണ് അല്ലാഹു, ഞാൻ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. നിങ്ങളിൽ നിന്നും ആരെങ്കിലും മനസ്സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ നിഷ്കളങ്ക മനസ്സോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിച്ചവനായി എൻ്റെ അടുക്കൽ വരുന്നുവോ അവൻ എൻ്റെ കോട്ടയിൽ പ്രവേശിച്ചവനായി. എൻ്റെ കോട്ടയിൽ പ്രവേശിച്ചവൻ എൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനായി. ഈ ഹദീസ് അലി റളിയല്ലാഹു അൻഹു അവർകളിൽ നിന്നും അബൂ നഈം തങ്ങൾ നിവേദനം ചെയ്തിരിക്കുന്നു. ഇവിടെ വൻ പാപങ്ങളിൽ നിന്നും ഒഴിവായവനായിരിക്കണമെന്ന നിബന്ധനയോട് കൂടിയാണെങ്കിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. പക്ഷേ വൻ പാപങ്ങൾ ഉള്ളതിനോട് കൂടി തന്നെയും ഈ കലിമ ഒരുവൻ പറയുകയാണെങ്കിൽ നിയമമനുസരിച്ച് ശിക്ഷ കൊണ്ടുള്ള ഉദ്ദേശം എന്നേക്കുമായ ശിക്ഷയാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് യാതൊരു നിയമങ്ങൾക്കും വിധേയമല്ല. അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി, അതിൻ്റെ കാഠിന്യത്തെ പറ്റി എല്ലാം പറഞ്ഞിരിക്കുന്നത് വറഹ്മത്തി വസിയത്ത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം അതിനേക്കാളെല്ലാം വ്യാപിച്ചതാണ് എന്നാണ്. അള്ളാഹു തആല അവനോട് ശിർക്ക് വെക്കുന്നതിന് മാപ്പ് ചെയ്യുന്നതല്ല,
അതൊഴികെയുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് കഠിനമായ നിഷേധം കാണിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് വിസമ്മതിക്കുകയും ചെയ്യുന്നവരെ അല്ലാതെ അള്ളാഹു തആല ശിക്ഷിക്കുന്നതല്ല എന്ന് ഹദീസിലും വിവരിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു: ദുനിയാവിന് ദീനിനേക്കാൾ മുൻഗണന കൊടുക്കുന്നവർ ആകാതിരിക്കുന്നിടത്തോളം കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിൻ്റെ കോപത്തെ ദൂരീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ദുനിയാവിന് ദീനിനേക്കാൾ മുൻഗണന കൊടുക്കുന്നവരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ വാദത്തിൽ സത്യവാന്മാരല്ലെന്നാണ് അള്ളാഹു തആല പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ ദിക്റുകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. എല്ലാ ദുആകളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറുമാകുന്നു. പിന്നീട് ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി തങ്ങൾ ഇങ്ങനെ ആയത്തോതി: ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക, അറിഞ്ഞുകൊള്ളുക, നിശ്ചയമായും അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. നിന്റെ പാപത്തിൻ്റെ പേരിൽ നീ പൊറുക്കലിനെ തേടുക. സൂറത്ത് മുഹമ്മദ് 19 വചനം. ഈ ഹദീസ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ഹദീസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ ദിക്റുകളെക്കാളും ശ്രേഷ്ഠമായതാണ് എന്ന ആശയം വിവരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് സൂഫിയാക്കൾ ഇപ്രകാരം എഴുതുന്നു: ഹൃദയത്തെ പരിശുദ്ധമാക്കുന്ന വിഷയത്തിൽ ഈ ദിക്റിന് പ്രത്യേകമായ ശക്തിയുണ്ട്. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദയം എല്ലാവിധ അഴുക്കുകളിൽ നിന്നും പരിശുദ്ധമാകുന്നതാണ്. അപ്പോൾ അതിനോടുകൂടി ഇസ്തിഗ്ഫാറും ചേരുമ്പോൾ എന്തു പറയാനാണ്? ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയപ്പോൾ അതിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം ദുആ ചെയ്തു: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ വചനം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കപ്പെടുന്നതാണ്. എല്ലാ ദിക്റുകളിലും വെച്ച് ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് എന്ന് ഈ അധ്യായത്തിൽ മുമ്പ് പറഞ്ഞ എല്ലാ ഹദീസുകളിലും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിലയിലുള്ള വ്യത്യാസം അവസ്ഥകളെ പരിഗണിച്ചുണ്ടാകുന്നതാണ്. സൂക്ഷ്മതയിൽ കഴിയുന്ന മുത്തക്കിയായ മനുഷ്യന് ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് ആണ്. ഒരു പാപിയായ മനുഷ്യനാണെങ്കിൽ അവന് തൗബ ഇസ്തിഗ്ഫാറിലേക്ക് ഏറ്റവും ആവശ്യക്കാരനാണ്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നാണ്. ഇത് കൂടാതെ ശ്രേഷ്ഠമായിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ഇപ്രകാരം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുക എന്നത് എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രയോജനകരമാണ്. അള്ളാഹു നല്ലതിനെ നല്ലതായി മനസ്സിലാക്കിക്കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.